ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, വളരെ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഈ സീസണിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. അവസാന കച്ചിത്തുരുമ്പായിരുന്നു ആ ഒരു യൂറോപ്പ ലീഗ്. അതും നഷ്ടപ്പെട്ടു, അതും കൈവിട്ടുപോയി. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമോറിമിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നു. ഫൈനലിൽ അമോറിം വിചാരിച്ച പ്ലാനും നടന്നില്ല, അതാണ് പറയേണ്ടത്. കാരണം ഗർനാച്ചോനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഗർനാച്ചോ വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല, ഓക്കെ വിടുക. പക്ഷെങ്കിൽ മൗണ്ടിൻ്റെ അടുത്തുള്ള ഒരു അറ്റാക്ക് പോലെ നമുക്ക് ഗർനാച്ചോൻ്റെ അടുത്ത് കിട്ടില്ല. ലാസ്റ്റ് അവൻ ഫിനിഷൊന്നും ചെയ്യുന്നില്ല, ഓക്കെ പോട്ടെ. പക്ഷെ ആ ഒരു വിങ്ങിലൂട്ടുള്ള ഒരു റണ്ണെങ്കിലും നമുക്ക് ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇന്നലെ ഫൈനലിൽ സംഭവിച്ചത് എടുത്ത് പറയാൻ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഫസ്റ്റ് പുറത്താക്കേണ്ടത് ആ ഒനാനയാണ്. എന്തിനാണ് ഇതുപോലൊരു ഗോൾ കീപ്പർ? എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് എല്ലാ കളിയും എടുത്തു നോക്കിയാൽ ദ ഹോൾ വേൾഡിലുള്ള എല്ലാ ഫുട്ബോൾ മാച്ചസിലെ ഫൈനൽ, ഞാൻ ഇന്ന കോമ്പറ്റീഷൻ ഒന്നും പറയുന്നില്ല, ഏത് വേണമെങ്കിലും എടുത്തു നോക്കിയാൽ ഇതുപോലത്തെ ഒരു ഊള ഗോൾ അടിച്ചിട്ട് കപ്പടിക്കുക ചരിത്രത്തിൽ വന്നതാണ്. ഇതുപോലും പിടിക്കാൻ ഇവനെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് പിന്നെ ഗോൾ കീപ്പറായിട്ട് നടക്കുന്നത്? എൻ്റെ പൊന്നു ഓനാന് ഇത്ര സിമ്പിളായിട്ട് ഒരു ഗോൾ കയറിയിട്ട് ഒരു കപ്പടിക്കുക ടോട്ടൻഹാമിൻ്റെ ഭാഗ്യം എന്ന് പറയാം. നമുക്ക് ആ ഒരു ഭാഗ്യം ഇല്ല. പിന്നെ ആ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് സേവ് വാൻഡർവീൻ, ഒന്നും പറയാനില്ല. അയ്യോ, ദാറ്റ് വാസ് ഔട്ട് ക്ലാസ്. അതിലാണ് ടൈറ്റിൽ ഡിസൈഡ് ചെയ്തത്. അതിൽ കൈവിട്ടു പോയി സംഭവം, അതിൽ പോയി, അതേ ഉള്ളൂ പറയാൻ. അത് ഭയങ്കര ഇതായി. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, എന്താ പറ്റിയ ബ്രൂണോന്? ത്രൂ ഔട്ട് സീസണിൽ നമ്മുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ബ്രൂണോ. ബട്ട് ഇന്നലെ ഫൈനലിൽ ബ്രൂണോൻ്റെ നിഴല് മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. സത്യം പറയാം, ബ്രൂണോൻ്റെ നിഴല് മാത്രമേ ഇന്നലെ കാണാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവരുടെ ഡിഫൻസ്, ക്രിസ്ത്യൻ റൊമേറോ, അർജന്റീനിയൻ സെൻട്രൽ ബാക്ക്, അയ്യോ എന്താ പറയുക, നമുക്ക് പക്ക മനസ്സിലാക്കിയിട്ടാണ് വന്നത്. നമ്മുടെ സെറ്റ് പീസിൽ നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യാൻ? ഹാരി മഗ്വയർ. ക്രിസ്ത്യൻ റൊമേറോനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. നല്ലപോലെ പൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി എന്ന് പറയില്ല, അതുപോലെ തന്നെ പൂട്ടി. ഒന്നിനും സമ്മതിച്ചില്ല, മഗ്വയറിന് ഒന്നിനും സമ്മതിച്ചില്ല. ആ ഓനാന തന്നെയാണ്, വേറെ ഒരാളെയും ഞാൻ പറയില്ല. കാരണം ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, ഒരൊറ്റ ഷോട്ടേ അവരുടെ അടുത്ത് വന്നിട്ടുള്ളൂ, ഒരൊറ്റ ഷോട്ട്, അത് ഗോളായി. അത് ഷോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉരുണ്ട് വരുന്ന ബോൾ ഇവന് പിടിക്കാൻ പറ്റൂലെങ്കിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഡോർഗു ഒക്കെ ചത്ത് കളിച്ചു. ഡോർഗുവിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു കമാൻഡറിയിൽ ഞാൻ കേട്ടത് ഡോർഗുവിൻ്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതുപോലെ ഡോർഗു കളിച്ചത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്യാവശ്യം നല്ലോണം കളിച്ചിരുന്നു. എന്താ ചെയ്യുക? പിന്നെ അമോറിമിൻ്റെ ഈ ലാസ്റ്റ് ഫൈനലിൽ ഞാൻ അമോറിമിനെ തന്നെയാണ് കുറ്റം പറയുള്ളൂ. കാരണം ഇത്രയും നാളെ അമോറിമിനെ സപ്പോർട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ ലാസ്റ്റ് മാച്ച്, ഇന്നലത്തെ മാച്ചിൽ അമോറിമിൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് തന്നെയാണ്. ശരിക്കും ഉഗാർട്ടെ നമ്മുടെ ഗർനാച്ചോ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ ഫൈനൽ സെമിയിലൊക്കെ അങ്ങനെ തന്നെയാണ് കളിച്ചത്. പിന്നെ ഫൈനലിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഉഗാർട്ടെ കസമേറോ കോംബോ തന്നെ മതിയായിരുന്നു. പിന്നെ അവിടെ ഗർനാച്ചോവും വരണം വിങ്ങിൽ, അപ്പം തന്നെയാണ് കളി വരുന്നുള്ളൂ. പിന്നെ അന്ന് പിന്നെ സബ് ഓക്കെ പോട്ടെ എന്ന് വെക്കാം. അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സബ് ഇറക്കണ്ടേ? ഇത് 70 മിനിറ്റ്സിൽ മൈനൂനെയൊക്കെ കൊണ്ടുവന്നത് 89th മിനിറ്റിലൊക്കെ. എന്തിനാണ് പിന്നെ അത്? അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഗർനാച്ചോന് കുറച്ച് ടൈം കൊടുക്കണമായിരുന്നു. എന്തായാലും ഗർനാച്ചോ സീസൺ മിക്കവാറും പോവും, അത് 100% ഉറപ്പായി. ഇപ്പം തന്നെ ഫാബ്രിൻ്റെ ഒക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞു. അവൻ പറഞ്ഞത് ഇത്രയും എല്ലാ മാച്ചസിലും ഞാൻ നല്ലപോലെ കളിച്ചു, ടീം ഫൈനലിലെത്തിയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 20 മിനിറ്റാണ്. സത്യം തന്നെയാണ്. മൗണ്ടിന് ശരിക്കും സൂപ്പർ സബ്ബാക്കിയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലല്ലേ, ലാസ്റ്റ് കച്ചി തുരുമ്പല്ലേ, എന്തിനാണ് കൊണ്ടുപോയി നശിപ്പിക്കുന്നത്? ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. ഫ്രസ്ട്രേറ്റഡ് അല്ല, ഒരു തരം വിഷമം എന്ന് പറയില്ലേ, എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഉണ്ടാവും. എന്താ പറയാൻ വാക്കുകളില്ല, എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല.
അതാണ് ഞാൻ ഇത്ര ഡിലേ ആയിട്ട് വീഡിയോ വരെ ചെയ്യുന്നത്. അറിയില്ല എന്താണ് പറയേണ്ടത്. അമ്മാതിരി പെർഫോമൻസാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ത്രൂ ഔട്ട് നശിപ്പിച്ച് കളഞ്ഞ്. നല്ല പ്രതീക്ഷയിൽ പോയതായിരുന്നു ഇവന്മാർക്ക്. എനിക്ക് തോന്നുന്നു സ്പേഴ്സിനെ കണ്ടതോടുകൂടി നമ്മൾ പ്രീമിയർ ലീഗാണ് കളിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും. കാരണം പ്രീമിയർ ലീഗിലെ ടീംസിനോട് ഒരു മണ്ണാങ്കട്ട പോലത്തെ കളിയല്ലേ കളിച്ചു കൂട്ടുന്നത്. അവന്മാർക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവന്മാർ സ്പേഴ്സിനെ കണ്ടപ്പോൾ യൂറോപ്പ ലീഗ് ഫൈനലാന്നുള്ള കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടാവും. ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇഞ്ചുറി കഴിഞ്ഞിട്ട് യോറോ തിരിച്ചു വന്നു, സിറിക്സ് തിരിച്ചു വന്നു, ഡയലോ തിരിച്ചു വന്നു. യോറോ ഒക്കെ വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഡിഫൻസ് സ്ട്രോങ് ആയാലും ഡിഫൻസ് സ്ട്രോങ് തന്നെ ആയിരുന്നു. നമ്മളും ഡിഫൻസ് നല്ലപോലെ പൊട്ടി. പക്ഷെ നമ്മുടെ അറ്റാക്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെയാണ്. ബ്രൂണോയില് അമിത പ്രതീക്ഷ വെച്ചു. ബ്രൂണോ ആകെ മങ്ങിപ്പോയി. അതൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. മിഡിന്ന് കളി വന്നില്ലെങ്കിൽ പിന്നെ ഒരു തേങ്ങയും നടക്കൂല. എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ട്രാൻസ്ഫറൊക്കെ നടക്കുന്നെന്ന്. മത്തേസ് കൂനയുടെ മാത്രം നടക്കും. നോക്കിക്കോ, ഒരൊറ്റ ട്രാൻസ്ഫർ. ഈ കളവൻ്റെ അടുത്തൊന്നും പൈസയും ഇല്ല. ഈ മാനേജ്മെൻറ്റ് തന്നെയാണ് ഫസ്റ്റ് പുറത്താക്കുന്നത്. അവന്മാരെ കൊണ്ട് ഒരു ഉപകാരമില്ല, ഉപദ്രവം അല്ലാണ്ട് വേറെ ഒരു മണ്ണാങ്കട്ടിയും ചെയ്യുമില്ല അവർ. പൈസയില്ല. ആ സർജിമിന് നല്ല സന്തോഷമായിട്ടുണ്ടാവും. അയാൾക്ക് ബാർബിക്യൂവിൻ്റെ പൈസ കൂടി കീശയിലിടാലോ. കപ്പടിച്ചാൽ ബാർബിക്യൂ ചെയ്യാമെന്നല്ല പറഞ്ഞ പെരേഡിന് പകരം. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. എനിവേ, കൺഗ്രാറ്റ്സ് ടു ദ സ്പേഴ്സ്. ആഫ്റ്റർ 17 years അവരൊരു ട്രോഫി എടുത്തു. സൺ, നമ്മുടെ ഏഷ്യൻ പ്ലെയർ, ഒരു ട്രോഫി എടുത്തു. ദിസ് സീസൺസ് ബിലോങ് ടു അണ്ടർഡോഗ്സ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. ഒന്നുമില്ല, കഴിഞ്ഞു. സീസൺ തീർന്നു. വലിയ പ്രതീക്ഷയില്ല. നെക്സ്റ്റ് സീസൺ എന്താവോ എന്തോ കണ്ടു തന്നെ അറിയാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ട്രാൻസ്ഫർ എന്തൊക്കെ ഉണ്ടോ അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും.